ഇന്നത്തെ നമ്മുടെ വീഡിയോ തമിഴ്നാട്ടിലെ കല്യാണവും അവിടത്തെ കുറിച്ച് വിശേഷങ്ങളുമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് റിസപ്ഷനാണ്. തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ മയ്യന്നൂർ എന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയാണ് കേട്ടോ യാത്ര പോകുന്നത്. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡിണ്ടിക്കൽ വരെ ഒരു ട്രെയിൻ ഉണ്ട്, അതിൽ പോകാനാണ് പ്ലാൻ. അവിടെ നിന്നും കരൂരിലേക്ക് അടുത്ത ട്രെയിൻ കയറണം കേട്ടോ. വെളുപ്പാങ്കാലം 4 മണിയാണ് സമയം. റിസപ്ഷന്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നത്. ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ പോകാനുള്ള ട്രെയിനിന്റെ എത്തിയതും പറഞ്ഞിട്ട് ചങ്ക് ധൃതിയിൽ ഓടുവാണ്. ഞാനും കൂടെ ഓടുവാണ്. ശേഷം ട്രെയിനിൽ കയറി ആശ്വാസം, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. പെട്ടെന്നാണ് ആ സത്യം നമുക്ക് മനസ്സിലായത്. കയറേണ്ടിയിരുന്ന ട്രെയിൻ ഇതല്ലായിരുന്നു. ആ ട്രെയിൻ തൊട്ട് പിന്നാലെയാണ് വരുന്നത്. ഈ ട്രെയിൻ കൊച്ചുവേളി വരെ ഉള്ളൂ. നമുക്ക് പോകാനുള്ള ട്രെയിൻ ആണെങ്കിൽ ട്രിവാൻഡ്രം സെൻട്രലിൽ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ. പിന്നൊന്നും നോക്കില്ല, കൊച്ചുവേളിയിൽ നിന്ന് ഓട്ടോ പിടിച്ച് നേരെ ട്രിവാൻഡ്രം സെൻട്രലിലേക്ക് പോവുക. പോകേണ്ടി ട്രെയിൻ വരാൻ 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓട്ടോ മാമനോടാണെങ്കിൽ വണ്ടി കത്തിച്ചു വിടാനും പിന്നെ നടന്നത് ഒന്നും പറയണ്ട. മാമൻ ഒരു പോസ്റ്റിലൊക്കെ മിറർ കൊണ്ട് ഇടിച്ച്, എന്നിട്ട് സൗണ്ട് കേട്ടിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, മക്കളെ കൈ വല്ലതും ഇടിച്ചാണോ സൗണ്ട് കേട്ടത്? നമ്മൾ മുഖത്തോട് മുഖം നോക്കി ഒന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിനിന്റെ എത്തിയിരിക്കുകയാണ്. മച്ചാന്റെ ലുഡോ കളി തുടങ്ങിയിരിക്കുന്നു. എന്തായാലും വിശാലമായിട്ട് കിടന്നുറങ്ങി. എണീറ്റപ്പോഴേക്കും തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിരിക്കുന്നു. ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതേ കോവിൽപ്പെട്ടി എന്ന് പറയുന്ന ഏതോ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയോടെ നമ്മൾ ദിണ്ടിഗലെത്തി. ഇനി ഇവിടുന്ന് അടുത്ത ട്രെയിൻ കയറി കരൂർ പോകണം. പിന്നെയും യാത്ര തുടങ്ങി. ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു. 3 മണിയോടെ നമ്മൾ കരൂർ എത്തിച്ചേർന്നു. എന്തുവാടെ ഇത് ഒടുക്കത്തെ വെയിലാണല്ലോ. നോമ്പുമായിട്ട് സീനാവോ കണ്ടറിയാം. നമ്മുടെ ചങ്ങായിക്ക് കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങണമല്ലോ. നേരെ അടുത്തുള്ള ആ ഷോപ്പിൽ കയറി പറ്റിയ ഒരു ഗിഫ്റ്റ് തിരക്കാൻ തുടങ്ങി. ഇവിടെ കണ്ടതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വേറെ നോക്കാം. കറങ്ങി അടിച്ച് നടന്ന് സമയം പോയതറിഞ്ഞില്ല. ബാങ്ക് കൊടുക്കാൻ സമയമായി. അടുത്തുള്ള പള്ളി നോക്കണം നോമ്പ് തുറക്കാൻ. അങ്ങനെ നമ്മുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് അപ്പൊ തന്നെ ഒരു സമയമായി. ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറി. അവിടുന്ന് ഇഷ്ടപ്പെട്ട ഒരെണ്ണവും വാങ്ങിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ഇവിടുന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ട് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്. നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനില്ലായിരുന്നു ഇത്ര ലൈറ്റ് സെറ്റപ്പ്. കേരളം വല്ലതും ആയിരിക്കണമായിരുന്നു. എന്തായാലും ഫ്രണ്ടിന്റെ വീട്ടിലെത്തി ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ച് അവിടെ തന്നെ അങ്ങ് കൂടി. പിറ്റേ ദിവസമായി. രാവിലെ തന്നെ എഴുന്നേറ്റൊന്ന് അവിടെ സ്ഥലം കാണാനിറങ്ങി. കല്യാണ ചെറുക്കനും കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങളത് അത് കണ്ടോ? കിളികൾ വരിവരിയായി പോകുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമോ? ഇവിടെ നല്ല ഒന്നാന്തരം നേച്ചർ ബ്യൂട്ടിയാണ് കേട്ടോ. നദി കണ്ടിട്ട് ചാടി കുളിക്കാൻ തോന്നുന്നെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സെറ്റാക്കാൻ നമ്മുടെ ഫ്രണ്ടും അങ്ങ് പറഞ്ഞു. ഈ കാണുന്നത് മയ്യന്നൂർ കാവേരി ഡാം റിവർ ആണ്. ചെന്നൈയിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് വരാനുണ്ട്. അപ്പൊ അവരും നമ്മുടെ കൂടെ കുളിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എല്ലാരും കൂടെയാണ് കുളിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നടക്കാൻ തുടങ്ങി. സമയം ഒരുപാടായി. മണവാളിന് 10 മണിക്ക് മണ്ഡപത്തിൽ എത്താനുള്ളതാണ്. ഒരു ടെൻഷനും ഇല്ലാതെ മച്ചാൻ നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ചേക്കാണ്. സമയം 9 മണി കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അവിടെ നിന്നും മണ്ഡപത്തിലേക്ക് പോകണം. കല്യാണ ചെക്കൻ റെഡി. നമ്മളുടെ ട്രിപ്പിൾ വെച്ചാണ് മണ്ഡപത്തിലേക്ക് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ നിന്നൊരു ചേച്ചി നമ്മളെ വിളിച്ചിട്ട് സിന്ദൂരം നെറ്റിയിൽ വെച്ചെന്ന്. അങ്ങനെ നമ്മുടെ മച്ചാൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മച്ചാന്റെ സ്റ്റേജിലേക്ക് പോവാതെ നമ്മുടെ ഒപ്പം ഇരുന്ന് കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഇപ്പോഴാണ് ഓർത്തത്. നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റ് മച്ചാന്റെ വീട്ടിൽ വെച്ച് മറന്നു. സാരമില്ല, എന്തായാലും വീട്ടിലേക്ക് തന്നെയല്ലേ കൊണ്ടുപോകേണ്ടത്. അങ്ങനെ നമ്മുടെ ചെന്നൈ ഫ്രണ്ട്സ് കൊടുത്ത ഗിഫ്റ്റ് അവിടെ ഓപ്പൺ ചെയ്യുവാണ്. നമുക്ക് എന്തായാലും ഫുഡ് സെക്ഷനിലോട്ടൊന്ന് പോയിട്ട് വരാം. കഴിക്കാനുള്ള മട്ടൻ ബിരിയാണിയും ചിക്കൻ കറിയുമാണ്. പിന്നെ പായസവും. പിന്നെ ഇവിടെ സീറ്റ് ബീഡയും ഐസ്ക്രീമും ഉണ്ട് കേട്ടോ. കുറച്ചു നേരം അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. തിരിച്ചു പോകാനുള്ള ട്രെയിനിന്റെ സമയമായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഒരു പണി കിട്ടി. നമ്മുടെ ബാഗ് ബസ്സിൽ വെച്ച് മറന്നുപോയി. ഇത്രയും തിരക്കുള്ള ഈ സ്റ്റാൻഡിൽ നിന്ന് ബാഗ് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഒടുവിൽ നമ്മൾ വീണ്ടും ദിണ്ടിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ട്രെയിൻ വന്നു. എന്തായാലും ഇതിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്ന പോലെ അല്ലായിരുന്നു. മുകളിലാണ് ഇരിക്കാൻ സ്ഥലം കിട്ടിയത് എനിക്ക്. ടയേർഡ് ആയതുകൊണ്ട് തന്നെ തിരികെ വീഡിയോ ഒന്നും എടുക്കാൻ അധികം സാധിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മളിത് നാട്ടിലെത്തിയിട്ടുണ്ട് വെളുപ്പിന് തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.